കേന്ദ്രത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൊഴിലുറപ്പിനെ തകർത്തവർക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല എന്ന പ്രചരണ പരിപാടിയിൽ പത്തനംതിട്ടയിൽ 20,000-ഓളം തൊഴിലാളികൾ പങ്കാളികളായി. നിങ്ങൾ തൊഴിലുറപ്പിനെ സംരക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പ്രവേശനമുണ്ട്, അല്ലെങ്കിൽ ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയും ഈ ജില്ലയിൽ പ്രഖ്യാപിക്കുകയാണ്, എന്റെ വീട്ടിൽ തൊഴിലുറപ്പിനെ തകർത്തവർക്ക് പ്രവേശനമില്ല. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് പ്രതിഷേധം. പത്തനംതിട്ട ജില്ലയിൽ മാത്രം 20,000-ഓളം തൊഴിലാളികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സമരത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം NRG വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് R സനൽകുമാർ നിർവഹിച്ചു. ഇവരുടെ ആകെ ജീവിതം മുട്ടിക്കുന്ന ഒരു തീരുമാനമാണ് VBG റാംജി എന്ന കരിനിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ നിയമം നടപ്പാകുന്നതോടുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്നേക്കുമായി അവരുടെ തൊഴിലുകൾ നഷ്ടപ്പെടുകയാണ്. ഓരോ തൊഴിലുറപ്പ് തൊഴിലാളിയും പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പദ്ധതി പിൻവലിച്ച് 2005 തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പ്രവേശനമില്ല എന്നാണ്. തൊഴിലുറപ്പിനെ തകർക്കാത്ത എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ കടുത്ത നിരാശയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. അതേസമയം സംസ്ഥാനത്തെ LDF സർക്കാരിന്റെ നിലപാടിൽ തൊഴിലാളികൾക്ക് പ്രതീക്ഷയുണ്ട്. ബജറ്റിൽ 1000 കോടി രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.